സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക്. ഗൈസ് അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് പുതിയൊരു അപ്ഡേറ്റും കൂടെ വന്നിട്ടുണ്ട്. വലിയ അപ്ഡേറ്റ് ഒന്നും പറയാനൊന്നും ഇല്ല ഗൈസ്. ഞാൻ നോക്കിയിട്ട് ഒരു പുതിയൊരു കാറ് വന്നല്ലേ ക്രൂസറെ? അതേ നമ്മളാണെങ്കിൽ 1 GB അടുത്തൊക്കെ അപ്ഡേറ്റ് ഒക്കെ കണ്ട് വലിയ മാറ്റമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്ത് ഗെയിമിൽ കയറി വന്നേ. നോക്കുമ്പോൾ ഒരു 3 കാറുണ്ട്. അത് കാര്യമാണ് ഗൈസ്. 1 GB എടുത്താണ് അപ്ഡേറ്റ് കണ്ടത്. ഞാൻ കുറേ പ്രതീക്ഷയായിരുന്നു. ആ വന്ന 3 കാറ് വേണേൽ ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇതിനകത്ത് എനിക്ക് പറഞ്ഞു ഇഷ്ടപ്പെട്ട് ഗൈസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് മാപ്പിലോട്ട് കയറിയപ്പോൾ ആ കാറും കൊണ്ടാണ് വന്നത്. ഞാൻ നോക്കുമ്പോൾ ക്രൂസറും അതേ കാർ എടുത്തുകൊണ്ടാണ് ഗൈസ് വന്നത്. താഴെ കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ 3 കാറാട്ടോ വന്നേ. അപ്പോൾ വലിയ ലക്ഷറി കാറൊക്കെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ലക്ഷറി കാറൊന്നുമല്ല. ഇത് മേടിക്കാൻ കോയിൻ എത്രയാണ് ഈ വരുന്നത്? 500 എങ്ങനെയാണെന്ന് തോന്നുന്നു ഈ കോയിൻ വരുന്നത്. കോയിൻ 500 വരുന്നത് നമ്മുടെ അടുത്ത് കാറിന്. പിന്നെ എനിക്ക് പിന്നെ കോയിൻ വിഷയമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാനത് മേടിച്ചു. എന്നാലും നീ എന്തിനാണ് എൻ്റേതേ കാർ എടുത്തത്? എൻ്റേത് കാറ് മാത്രമല്ല ഈസ്, ആ കളറും സെയിം. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അണ്ണ എൻ്റെ നോക്കി കോപ്പി അടിച്ചിട്ട് അണ്ണൻ്റെ നോക്കി കോപ്പി അടിച്ചെന്ന് പറയാം അല്ലേ ഗൈസ്. ഞാനാണ് അത് ആദ്യം ഇറക്കിയത്, അത് കഴിഞ്ഞിട്ടാണ് അണ്ണൻ അതുകൊണ്ട് വന്നത്. ശരിക്കും എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ റൂം ഇട്ട് ഇവൻ കയറി വന്ന് ഈസ്. ഇവനെടുത്ത കാറും ഞാൻ എടുത്ത കാറും സെയിം ആയിരുന്നു, കളർ വരെ സെയിം ഈസ്. അതെങ്ങനെ അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. അണ്ണ എനിക്ക് ഇഷ്ടമുള്ള കാറാണല്ലോ ഞാൻ എടുക്കുള്ളൂ, അണ്ണൻ ഇഷ്ടമുള്ള കാറാണല്ലോ അണ്ണനും എടുക്കുള്ളൂ. ഞാൻ അണ്ണനും എടുത്ത് ഒരേ കാറായി പോയി. കാറൊക്കെ ഒരേപോലെ ആവുന്നത് സ്വാഭാവികം, പക്ഷെ ആ കാറിന് ആ കളർ സെറ്റാണ് ഈസ്. അതുകൊണ്ടായിരിക്കും അവനും അത് അടിച്ചത്. ആ കാറിന് ഞാൻ കുറെ കളർ നോക്കി, എനിക്ക് ആ ഇഷ്ടപ്പെട്ടത് ആ കളർ മാത്രമാണ്, അതുകൊണ്ട് ഞാനത് അടിച്ചിട്ട് വന്നത്. നോക്കുമ്പോൾ അണ്ണനും അത് തന്നെ. പക്ഷെ നമ്മൾ ചെയ്ത മോഡിഫിക്കേഷന് മാറ്റമുണ്ട് ഈസ്, ഞങ്ങളെ കാണിച്ചു തരാം. ഈ പ്രാവശ്യമെങ്കിലും ഞാൻ സ്റ്റോക്കും കൊണ്ട് വരാതെ ചെറിയ വർക്കെല്ലാം എടുത്തിട്ടാട്ടോ ഇറങ്ങിയത്. ഈ കാണുന്നതാണ് നമ്മുടെ ക്രൂസറിൻ്റെ ഈവൻ ഫ്രണ്ടിൽ ബോഡി കിറ്റൊക്കെ ഉണ്ടായിരുന്നല്ലേ, ഞാനത് ശ്രദ്ധിച്ചില്ല. ഫ്രണ്ടിൽ ബോഡി കിറ്റ് ഞാൻ നോക്കിയപ്പോൾ ഈ പ്രീമിയത്തിൽ എന്തോ ഇരിക്കുന്ന പോലെ കണ്ടത്. പക്ഷേ പ്രീമിയത്തിൻ്റെ അപ്പുറത്തോട്ടുണ്ടായിരുന്നു തോന്നി ഈ നോർമൽ ബോഡി കിറ്റൊക്കെ. ഞാനത് നോക്കിയില്ല. ഞാൻ അങ്ങനെ മാറ്റി നോക്കുമ്പോൾ ഒരു ബോഡി കിറ്റം കണ്ട് അതങ്ങെടുത്തിട്ട് അണ്ണൻ ബേക്കിൽ വെച്ചിട്ടുണ്ടല്ലേ, സൈഡിൽ സ്കേട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലെ ബോണറ്റെല്ലാം എടുത്ത് ഊരിക്കളഞ്ഞു ഈ എഞ്ചിനൊക്കെ കാണട്ടെ ഓർത്ത്. ഇതിൻ്റെ ബേക്ക് സൈഡിലെ ലുക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഈ സ്പോയിലറൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ബേക്കിലും അവൻ്റെ ബോഡി കിറ്റ് നോക്കി കറക്റ്റ് ഒരു സാധനം തന്നെ. ഭാഗ്യത്തിലാവൻ ബോണറ്റൊന്നും കളഞ്ഞില്ല കേട്ടോ. ബോണറ്റ് കളഞ്ഞപ്പോൾ നോക്കി ആ ഫാങ് ഇറങ്ങണയൊക്കെ സെറ്റായിട്ട് കാണുന്നുണ്ട് ഇവിടുന്ന്. പിന്നെ ഈ അപ്ഡേറ്റിൽ നമ്മുടെ ക്രിസ്മസ് വൈബിലായിരുന്നല്ലോ സിറ്റി മൊത്തം കിടക്കണേ ആ ഒരു മഞ്ഞും പിടിച്ച്. ഇപ്പോൾ അത് മൊത്തം പോയിട്ട് പഴയ പോലെ ആയിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് സിറ്റി ഇപ്പോൾ നോക്കാം വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടോന്ന്. എന്നാ അവിടെ വലിയ മാറ്റമൊന്നും ഇല്ല അണ്ണാ, അതുപോലെ തന്നെ ഞാൻ ആ വഴിയല്ലെങ്കിൽ വന്നേ. പക്ഷെ ഞാൻ ഇത്രയും പെട്ടെന്ന് ഇവരത് ചെയ്യുമെന്ന് ഓർത്തില്ല കേട്ടോ. ഏതാ മഞ്ഞ് കളഞ്ഞോ? അത് തന്നെ, ഞാൻ ക്രിസ്മസ് എല്ലാം കഴിഞ്ഞല്ലോ, ആ മഞ്ഞൊക്കെ എടുത്ത് കളയാൻ പറഞ്ഞു ഇപ്പോൾ വിളിച്ചായിരുന്നു, അപ്പൊ തന്നെ അപ്ഡേറ്റ്. നീ ആരെയും വിളിച്ചു പറഞ്ഞേ? ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ, നീ കുറച്ച് നേരം വേണ്ടായിരിക്കും. ഈ കാറിൻ്റെ ഉള്ളിൽ ഇന്റീരിയർ വരുന്നുണ്ട്. കാറിൻ്റെ ഉള്ളിൽ ഇന്റീരിയർ അല്ലേ, കാറിൻ്റെ അകത്ത് മാപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നേരെ ആ മാപ്പ് അതിൻ്റെ അകത്തോട്ട് പോകും. കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ മുകളിലോട്ട് വരും. അത് നല്ല രസമുണ്ട്. ഇവനെന്നെ ഇവിടെ ഇട്ട് കട്ട് ഓഫ് അടിച്ച് കളിക്കുകയാണ്. എന്നാ മറ്റേ ഉണ്ടോന്ന് നോക്കിയതാ. എന്നിട്ടുണ്ടോ? ഇല്ല എന്നാ അത്രയൊന്നും ഇല്ല, അത്യാവശ്യം ഒപ്പിക്കാം. ഞാൻ എന്തായാലും നേരെ വഴിയിലോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം എൻ്റെ സൗണ്ടൊക്കെ. ഇതിൻ്റെ സ്റ്റോക്ക് സൗണ്ട് ഒക്കെ നല്ല രസമാണ് കേസ്. ഞാൻ ഇപ്പോൾ നേരെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. സ്റ്റാർട്ടാക്കാത്തതിൻ്റെ കേൾക്കാതായിരിക്കും കേസ്. ആ മാപ്പെല്ലാം അവിടെ ഓപ്പൺ ആയിട്ട് വരുന്നത്. ക്രൂസർ പുറകെ വരുമെന്ന് തോന്നുന്നു. അവൻ ഇപ്പോഴും അവിടെ ഇട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണോ? അവനവിടെ ഇട്ട് ഒരേ കട്ട് ഓഫ് അടിയാണ് കേസ്. ഞാൻ എന്തായാലും ഓരോ ഗിയറിലും ഇതിൻ്റെ സൗണ്ട് നിങ്ങളെ കേൾപ്പിച്ചു തരാം, നോക്കിയോ. നല്ല രസമുണ്ട് ഈസ് ഇതിൻ്റെ സൗണ്ട് കേൾക്കാം. എന്തായാലും ഇതിൻ്റെ സ്റ്റോക്ക് സൗണ്ടിൽ തന്നെ നമുക്ക് ഓടിക്കാം. ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല ഈസ്. നമുക്ക് ഈ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിട്ട് ഞാനൊന്ന് ലുക്ക് കാണിച്ചു തരാം കാറിൻ്റെ. അവിടെ നിന്ന് നിങ്ങൾക്ക് മര്യാദയ്ക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടാവില്ല ഈസ്. ഇവിടെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇവിടെ എങ്ങാനുമായിട്ട് നിർത്താം. ആ ക്രൂസർ എന്ത് ചെയ്യേ ഒന്ന് സ്ലോ ആക്കി നോക്കട്ടെ ഈസ്. അവനെ നമ്മുടെ ഗ്ലാസ്സിലൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അങ്ങ് ബേക്കിലാണോ ഇവൻ? കുറച്ച് സ്ലോ ആക്കി നോക്കാം, വരുന്നുണ്ടാവും മിക്കവാറും. ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് നമുക്ക് നിർത്താം. ഞാൻ ജസ്റ്റ് ന്യൂട്രലിട്ടിപ്പോൾ കട്ട് ഓഫ് അടിച്ച് നോക്കണേ. നമ്മുടെ ആ ഒരു കിടലിന് സൗണ്ട് വരുന്നില്ലേ കട്ട് ഓഫിന്. സിവിക്കിൻ്റെയൊക്കെ കട്ട് ഓഫ് സെറ്റ് കട്ട് ഓഫാണ്. ഇപ്പോൾ സിവിക്കിൻ്റെ വീട്ടിലില്ല. സിവിക്ക് നമ്മൾ വേറെ ഒരു സ്ഥലത്ത് വെച്ചേക്കാണ്, അല്ലെങ്കിൽ നിങ്ങളെ കാണിച്ചു തരായിരുന്നു. ഇവിടെ ആയിട്ട് അങ്ങനെ നിർത്താം ക്രൂസർ. പൊന്നെ അവനെ പോക്കാടാ പോയെ. അവൻ അവിടെ നിർത്തുമായിരിക്കും കേസ്. അവിടെ സ്ലോ ആക്കിയിട്ടുണ്ട് അവൻ. നമുക്കെന്നാൽ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് ഇവിടെ ആയിട്ട് അങ്ങനെ പാർക്ക് ചെയ്യാം. ആയിട്ട് ഞാൻ നിങ്ങളെ 2 കാറും കാണിച്ചു തരാം കേസ്. 2 കാറും പ്രത്യേകിച്ച് കാണിക്കുന്നില്ല, 2 സെയിം കാറാണ്. ഇത് രസമാണ് ഇതിൻ്റെ സൗണ്ട്, ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കിൻ്റെ സൗണ്ട്. എന്നാലും ഞാൻ കീ ഓഫ് ആക്കിയിട്ടുണ്ടാവും. പിന്നെ കട്ട് ഓഫ് അടി തുടങ്ങി കേസ് അവിടെ കടന്ന്. ഇതിന് ഇൻറ്റീരിയറിൻ്റെ ലുക്ക് നോക്കുവാണെങ്കിൽ ഈ ഇത്രേ ഉള്ളൂ, ഒരു ജസ്റ്റ് നോർമൽ കാർ കേസ്. പക്ഷേ ഇതിൽ ആ ഒരു മാപ്പ് ഉണ്ടെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ മാപ്പിൻ്റെ സീൻ എനിക്ക് എപ്പോഴും വരുന്നതായിരുന്നു. അപ്പോൾ അവിടെ ഒരു മാപ്പ് വന്ന് സെറ്റായിട്ടുണ്ട്. പിന്നെ AC-യുടെ കൺട്രോളും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം ഒരു നോർമൽ കാർ കേസ്, വലിയ ഇതൊന്നും കാണിക്കാനൊന്നുമില്ല. ഞാൻ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയിട്ട് കാറിൻ്റെ ലുക്ക് നിങ്ങളെ കാണിച്ചായിരുന്നു. നിങ്ങളെ ക്യാമറ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കട്ടെ. ഓക്കെ, നമുക്ക് നേരെ അതിനകത്ത് നിന്ന് ഇറങ്ങാം. നോക്കി ചെറിയ കാറാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ചെറിയ കുറച്ച് നീളമൊക്കെ ഉള്ള കാറ്. അത് കറക്റ്റ് ഈ കാറിന് കിട്ടിയിട്ടുണ്ട് കേസ്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഈ വർക്ക് കേസ് ഞാൻ വേറൊരു കാറിൻ്റെ അതായത് ആ കാർ ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കും കേസ്. അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ളൊരു കാറായിരുന്നു. അപ്പോൾ അതെന്തായാലും അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം.
എത്ര പേർക്ക് അറിയാമെന്ന് നോക്കാലോ. അതുപോലെ തന്നെ ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ, കുറച്ചൊക്കെ അതുപോലെ ചെയ്തിട്ടുള്ളൂ. എന്നാ റിവ്യൂ എടുക്കണോ? എന്നൊരു കാര്യം എല്ലാ ഡോറും ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പൊ നല്ല രസമായിരിക്കണം. അത് ശരി, ജസ്റ്റ് എല്ലാ ഡോറും പിന്നെ നമ്മുടെ ആ ബേക്കിൽ ഡിക്കി എല്ലാം തുറന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇവന് ഓരോരോ ഡോറ് വെച്ച് തുറക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഡോറൊക്കെ മറ്റേ ഫ്ലൈയിങ് ഡോർ ആയിരുന്നെങ്കിൽ സെറ്റ് ആയിരുന്നല്ലേ അണ്ണാ? ഇതിപ്പോൾ എടുത്തല്ലടാ ഉള്ളൂ, ആ ഡോറൊക്കെ മതി. ഇനി ഇതിന് സൺറൂഫൊക്കെ വരുന്നുണ്ട് കേട്ടോ, കണ്ടല്ലേ. പക്ഷേ അകത്തിരുന്ന് സൺറൂഫ് ഒന്നും കണ്ടില്ലല്ലോ. ഇനി സൺറൂഫ് ഓപ്പൺ ആക്കാൻ വല്ലതും പറ്റുമോ? അതോ ഇനി വെറുതെ ചോദിക്ക് വെച്ചേക്കുന്നതാണ്, അത് ഓപ്പൺ ആക്കാൻ പറ്റുമല്ലോ എന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ഇത് കാണുന്നുണ്ട്, അത് ഡിക്കിയുടെയാണ്. ഞാൻ ജസ്റ്റ് എല്ലാ ഡോറും ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇവൻ 2 ഡോറേ തുറന്നിട്ടുള്ളൂ. ഈ ബേക്കിൽ 2 ഡോറും കൂടെ ഉണ്ട്. പിന്നെ ബേക്കിലെ ഡിക്കിയുടെ സ്പേസ് ഇത്ര വരുന്നുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല സ്പേസ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡോറൊക്കെ ഒന്ന് ഓപ്പൺ ആക്കട്ടെ. അപ്പോൾ ഈ ഡോറെല്ലാം തുറന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവിടെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേണ്ടേ, വണ്ടിയാണ് ഇപ്പോൾ നല്ല രസമുണ്ട്. പിന്നെ 4 ഡോറും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോടെ ഇന്റീരിയർ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. സീറ്റിൻ്റെ കളറൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് കളറാണ്. അല്ലെങ്കിൽ നമുക്ക് ഇന്റീരിയർ കയറി ഇരുന്നിട്ട് വീഡിയോ എടുത്തില്ലേ മറ്റേ ക്യാമറ വെച്ചിട്ട്, അത് സെറ്റായിരിക്കും തോന്നുന്നു. പിന്നെ അവൻ്റെ ഞാൻ പിന്നെ ഇന്റീരിയറിൻ്റെ അടുത്തോട്ടൊന്നും പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റീരിയർ ഒന്നും കാണില്ല, ഞങ്ങളെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഫുൾ ബ്ലാക്ക് കളറാണ് കേസ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് കാണിക്കാൻ നിൽക്കാത്തത്. ഇവൻ്റെ കാറും ഈ സെയിം കാർ തന്നെ കേട്ടോ. ഇവൻ പിന്നെ കിറ്റൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ വേറെ ഏതോ കാറൊക്കെ പോലെ ഉണ്ട്. പിന്നെ റൂഫ് ബോക്സ് വെച്ചിട്ടുണ്ട്. റൂഫ് ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിന്, അന്ന് ഞാൻ കണ്ടില്ല കേസ്. ഞാൻ പിന്നെ പെട്ടെന്ന് റൂം ഇടുന്നതുകൊണ്ട് കുറച്ച് വർക്കെല്ലാം ചെയ്ത് നേരെ ഗെയിമിലോട്ട് കയറി. ഞാൻ ഇന്ന് കാറിൽ കയറിയിട്ട് കേസ് മറ്റേ ക്യാമറ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കേസ്. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്, ഇങ്ങനെ ഞാൻ ഇതുവരെ വീഡിയോ എടുത്തിട്ടില്ലേ. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ എ സിയുടെ കൺട്രോളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേണ്ട ഈ സകളിൽ എ സി വരുന്നുണ്ട്. അന്ന് ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാൻ. സൂം എന്ത് കേസ്, എൻ്റെ സൂം എവിടെയാണ് ആ കിട്ടി. വേണ്ടേ, ഇതാണ് നമ്മുടെ ആ എ സി ഒക്കെ. ക്രൂസർ ഇതിൻ്റെ ഇടയ്ക്കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അതാണ്ട് വന്ന് ഡോർ അടച്ചിട്ട് പോയി അവൻ. അന്നെങ്കിൽ ഡോറും തുറന്നിട്ടില്ലേ, ഏതെങ്കിലും കാറും വന്ന് ഡോറ് പിടിച്ചോട്ടു. ഇവൻ പറഞ്ഞിട്ടല്ലേ എ സി ഞാനത് മൊത്തം തുറന്നിട്ടേ, അതെന്തെങ്കിലും ആട്ടെ. പിന്നെ സീറ്റിൻ്റെ കളർ നോക്കുകയാണെങ്കിൽ ഇതാണ്ട് ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് കളറിലാണ്. സീറ്റൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ബേക്കിലോട്ട് പോകുകയാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട് കേട്ടോ ഇൻറ്റീരിയറിൽ. കണ്ടില്ലേ, ബേക്കിലൊരു 3-4 പേർക്കൊക്കെ ഇരിക്കാൻ കേസ്. ഇതൊക്കെയാണ് കേസ് ഇതിൻ്റെ ഇൻറ്റീരിയർ കൂടുതലായിട്ടൊന്നും കാണിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒരു നോർമൽ കാർ തന്നെയാണ് കേസ്. ഇനി നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ആരും സിറ്റിയിൽ പോയി നോക്കാം. സിറ്റിയുടെ അവസ്ഥ എന്താണ് ഇപ്പം. സിറ്റിയിൽ പോകാൻ നോക്കിയപ്പോഴാണ് കേസ് ഇത് കാണണം. ഇത് നോക്കിയേ, എന്നെ പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തേക്കണേന്ന്. എന്തായാലും അധികം പറഞ്ഞ് സമയം കളയാതെ നമുക്ക് ഞാൻ സിറ്റിയിൽ പോയിട്ട് സിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. സിറ്റി മിക്കവാറും പഴയ പോലെ തന്നെ ആയിട്ടുണ്ടാവും, ആ മഞ്ഞൊക്കെ പോയിട്ട്. നമുക്ക് എന്തായാലും അങ്ങ് പോയി നോക്കാം. ക്രൂസർ കാർ എടുക്കുന്നില്ലോ, നമുക്കങ്ങ് എടുക്കാം. ഞാൻ വണ്ടിയാണ് സ്റ്റാർട്ടാക്കാതെ ആക്സിലേറ്റർ കൊടുക്കുകയാണേ. നോക്കിയിട്ട് കാറങ്ങ് പോകുന്നില്ല. ഇവൻ എന്നെ വരാത്തെ, അടിച്ചു പോയവൻ. ഇവൻ്റെ ഒരു അനക്കവും ഇല്ല കേട്ടോ, അവൻ അടിച്ചു പോയെന്ന് തോന്നുന്നു. ഇവനും ഇനി കീ ഓഫ് ആക്കി ഇട്ടിട്ടിരുന്ന് ആക്സിലേറ്റർ കൊടുക്കണം. അന്നേരം എടുത്തോണ്ട് പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവൻ്റെ നേരെ പുറകെ പോയിട്ട് സിറ്റിയും കൂടെ ഒന്ന് കണ്ടിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പോകാം. പിന്നെ ഈ വീഡിയോയിൽ കണ്ട ലൈക്ക് അടിച്ചില്ലേ, ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. പ്രത്യേകിച്ച് ലൈക്ക് ടാർഗറ്റ് ഒന്നും ഇല്ല. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് എല്ലാം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. നമുക്ക് ചെറിയൊരു റേസ് വെച്ച് നോക്കാം ഈ സീൻ്റെ ഇടയ്ക്കോടെ. അപ്പോൾ അവൻ കയറ്റി കൊടുത്തില്ല കേട്ടോ, അവൻ എടുത്തോണ്ട് പോകുന്നു നോക്കിയേ. 2 ഒരേ പവറാണ് കേസ്, പക്ഷെ അവൻ എടുത്തോണ്ട് പോകുന്നുണ്ട് കേട്ടോ നല്ലോണം. അത് വേറെ ഒന്നുമില്ല കേസ്, ഇടയ്ക്ക് ഞാൻ സ്ലോ ആക്കി കൊടുക്കും അവനൊക്കെ കയറി പോകാൻ വേണ്ടി. അപ്പോൾ അവൻ കയറി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഓവർടേക്ക് അടിക്കാം. ഇവൻ ന്യൂട്രലിട്ട് വല്ലതും കട്ട് ഓഫ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ്. അവൻ്റെ ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട്. എല്ലാം പിന്നെ ഗിയർ മാറ്റാതെ ഇട്ട് റേസ് കൊടുത്തോണ്ടിരിക്കുകയായിരിക്കും. അവനാണെങ്കിൽ 4 ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ടോ പോളെ. ഇതിപ്പോൾ എൻ്റെ കാരണം സൗണ്ട് കേൾക്കുന്നില്ല കേസ്, ഇവൻ്റെ കാരണം സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ കേസ്. അങ്ങനെ നമ്മൾ സിറ്റി എത്തി കേട്ടോ. സിറ്റി താണ്ട് പറഞ്ഞ പോലെ തന്നെ ഫുള്ള് മഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷെ കുറേ മരങ്ങളൊക്കെ എക്സ്ട്രാ വന്ന പോലെ ഉണ്ടല്ലോ കേസ്. ഇതൊക്കെ നേരത്തെ ഉള്ളത് തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും കാലം മഞ്ഞ് കണ്ടിട്ട് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ തോന്നിയാണെന്ന് അറിയില്ല. കുറേ മരങ്ങളൊക്കെ എക്സ്ട്രാ വന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക്. എന്തായാലും നമുക്ക് നേരെ പോയി നോക്കാം. ഇവിടെ വരുമ്പോൾ ഈ കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ ഇത്രയും കാലം ഗെയിം വിളിച്ചിട്ട് ഇതെല്ലാം മറന്നുപോയോ. ആ മഞ്ഞങ്ങ് പോയപ്പോൾ ഈ പെട്ടെന്നൊരു പച്ച കളർ കൂടിയ പോലെയും ഭയങ്കര ഒരു മാറ്റം കേട്ടോ നമ്മുടെ സിറ്റിക്ക്. പിന്നെ നമ്മുടെ ബീച്ചും പഴയ പോലെ തന്നെ ആയിട്ടുണ്ടാകും. എന്തായാലും ബീച്ചിലോട്ടൊന്നും പോകുന്നില്ല. നമുക്ക് പോയിട്ട് ഈ വേറെ എവിടെയെങ്കിലും ഒരു നല്ല സ്പോട്ട് നോക്കി നിർത്താം. നമ്മുടെ ആ ഒരു സ്ഥലത്തോട്ട് തന്നെ പോകാമല്ലോ, എപ്പോഴും പോകുന്ന ഒരു സ്ഥലമുണ്ട് ഈസ്, അങ്ങോട്ടേക്ക് തന്നെ പോവാം. ക്രൂസർ പുറകെ വരുന്നുണ്ടാവും ഈസ്. ഇവനെ കാണുന്നുമില്ല. ഇവനോട് ഞാൻ ഫ്രണ്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈസ്. പക്ഷേ എൻ്റെ ബേക്കിലായിരിക്കും എപ്പോഴും വരുന്നത്. ചിലപ്പോൾ ഇനി ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല ഈസ്, അതുകൊണ്ടായിരിക്കും. ഇപ്പോൾ കണ്ടില്ല ഈസ്, ഭയങ്കര പച്ചക്കളറൊക്കെ കൂടി മൊത്തത്തിലൊരു മാറ്റം വന്ന പോലെ. നിങ്ങൾക്ക് ഇങ്ങനെ അപ്ഡേറ്റ് കഴിഞ്ഞ് സിറ്റിയിൽ ഇറങ്ങി വയ്ക്കേണ്ട തോന്നിയിട്ടുണ്ടോ എന്ന് എന്തായാലും പറയാം. എനിക്കെന്തായാലും അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. കുറേ എക്സ്ട്രാ മരങ്ങൾ വന്ന പോലെയും ഇപ്പോൾ ഉള്ള സംഭവത്തിന് തന്നെ ഭയങ്കര പച്ചക്കളറൊക്കെ വന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്താണെന്നറിയില്ല ഈസ്. ഇവനെന്ത് ചെയ്യേ, ഇവനെ നമുക്കൊന്ന് ഫ്രണ്ടിൽ കയറ്റി വിടണം. വരുന്നുണ്ടെന്ന് തോന്നുന്നു, മാപ്പിൽ കാണിക്കുന്നുണ്ട് അവനെ. മാപ്പ് കൂടെ ഉള്ളത് നന്നായി ഈസ്. പക്ഷേ എനിക്കിവിടെ കാണുന്നില്ല വന്ന് നമുക്കിവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് ഈസ് നേരെ ഇതിൻ്റെ അകത്തോട്ട് പോവാം. സിറ്റിയിൽ വേറെ ആരും കാണുന്നില്ല കേട്ടോ, ഞാനും ക്രൂസർ മാത്രമേ ഉള്ളൂ. പിന്നെ അത്ര അപ്ഡേറ്റ് ഒക്കെ വന്നിട്ട് വലിയ മാറ്റമൊന്നും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാനാണ്. ആകെ ഒരു 3 കാറ് വന്നെന്ന് പറയും. ഈ സിറ്റിയൊക്കെ പിന്നെ പഴയ പോലെ തന്നെ ആവില്ലേ ഏതെ, അതിനൊന്നും പിന്നെ വലിയ പറയാനൊന്നുമില്ല. ഇവൻ ഈ സൈഡിൽ കൂടെ ഒന്ന് ഓവർടേക്ക് അടിച്ച് കയറുമായിരുന്നെങ്കിൽ കാണുന്നുമില്ല ഇവൻ ഇത്രയും പതുക്കെയാണോ ഈ നമ്മുടെ പുറകെ വരുന്നത്. ആ അതാണ്ട് ഗ്ലാസ്സിൽ കാണുന്നുണ്ട്. ഇപ്പം അവൻ നമ്മുടെ തൊട്ട് പുറകിൽ തന്നെ നിൽക്കുവാന്ന് തോന്നുന്നു. ഗൈസ് ഇതാണ്ട് ഇവിടെ മറ്റേ മണി ഉണ്ടായിരുന്നു കേട്ടോ, അതങ്ങ് നമുക്ക് എടുക്കാം. എത്ര കിട്ടി? 39,000 രൂപ എന്തോ കിട്ടി കേട്ടോ. കറക്റ്റ് സ്ഥലത്തോട്ടാണല്ലോ നമ്മൾ വന്ന് കയറിയത്. ഇവിടെ എങ്ങാനും പാർക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് ഇറങ്ങാം. ക്രൂസർ അവിടെ നിർത്തിയെന്ന് തോന്നി ഗൈസ്. അവിടെ ഇപ്പോഴും 4 ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. എന്തായാലും നേരെ കാർ ഓഫ് ആക്കിയിട്ട് നേരെ ഇറങ്ങട്ടെ. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ പഴയ സിറ്റിയിലെത്തി ഗൈസ്. ആ മഞ്ഞൊക്കെ പോയപ്പോൾ ഭയങ്കര രസമുണ്ട്. ഇപ്പോൾ അത് തന്നെയാണ് ഭയങ്കര തെളിച്ചം വന്ന പോലെ ഇവിടെയൊക്കെ.
ആദ്യം മൊത്തം ഒരു മഞ്ഞൊക്കെ വീണ് ഒരു ഇരുണ്ട പ്രദേശം പോലെയായിരുന്നു. ഞാൻ നിങ്ങൾ ഈ ഡോറൊക്കെ ഒന്ന് തുറന്നിട്ടെ, നല്ല ലുക്ക് ഉണ്ടായിരുന്നു കാണാൻ. എന്നാൽ പിന്നെ ഞാനും കൂടെ തുറന്നിട്ടെ കേസ്. എന്നിട്ട് നമുക്ക് അപ്പുറത്ത് പോയിട്ട് നിൽക്കാം. അവിടെ നിൽക്കാൻ നല്ലൊരു സ്ഥലമുണ്ട് കേസ്. നേരെ വെള്ളമല്ല നോക്കി നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങോട്ട് കാറിറക്കി പോകാൻ പറ്റും, പക്ഷെ നമ്മളത് റിസ്ക് എടുക്കുന്നില്ല കേസ്. നമുക്ക് നടന്നു പോകാം. ഇതാണ് കേസ് ആ ഒരു സ്ഥലം. ഇവിടെ എന്ത് രസമാണെന്നറിയാം ഇവിടെ വന്ന് നിൽക്കാൻ. ഇവിടെ ഒരു ഈവനിങ്ങിലൊക്കെ വന്ന് നിൽക്കണം കേസ്. ഇപ്പോൾ വന്ന് നിന്നാലും സീനൊന്നുമില്ല, അത്രയും രസമാണ് കേസ് ഇവിടെ. ഇവിടെ നാളെ പിങ്ക് പാന്ത്രം കൊണ്ട് മാസ്ക് പറന്ന് ആ വെള്ളത്തിലോട്ട് വീണത് ആ ഒരു സ്ഥലമാണ് കേസ് ഇത്. പിന്നെ ഇവിടെ നിന്ന് അങ്ങ് നടന്നു കഴിഞ്ഞാൽ ഈ അപ്പുറത്തോട്ട് ഇങ്ങനെ നടന്നു പോകുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അണ്ണാ ഇവിടെ രസമുണ്ട് കേട്ടോ, വൈകുന്നേരമൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാനല്ല വൈവായിരിക്കും. ഇവിടെ സാധാരണ നല്ല ആൾക്കാരൊക്കെ ഉണ്ടാകും കേസ്. ഇന്നെന്തായാലും ആരുമില്ല, അതുകൊണ്ട് സമാധാനമുണ്ട് കേസ്. അല്ലെങ്കിൽ ഇവിടെ ഫുൾ ആൾക്കാരായിരിക്കും. പിന്നെ ഇവിടുന്ന് താഴോട്ടെടുത്ത് ചാടുമൊന്നും ചെയ്യലെന്ന് കേസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കേസ് ഇവിടെ ബേഡ്സും വരും, അതിന് ഫീഡൊന്നും കൊടുക്കില്ല കേട്ടോ. അങ്ങനത്തെ കുറച്ച് സീനൊക്കെ ഉണ്ട് ഇവിടെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അത്രേ ഉള്ളൂ കേസ്. ബാക്കി ഫുള്ള് സെറ്റാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുക. ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ കയറി പോകണം. ജസ്റ്റ് ഒന്ന് അപ്പുറത്തോട്ടും കൂടെ നടന്ന് നിങ്ങളെ കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ പോകാം. ക്രൂസർ അവിടെ എത്തിയോ? ക്രൂസർ അവിടെ നിന്ന് ഇപ്പോൾ തിരിച്ചു വരും കേട്ടോ. അണ്ണാ അങ്ങോട്ട് നല്ല രസമുണ്ട് അണ്ണാ, അങ്ങോട്ട് വാ, കിട്ടുന്ന സ്ഥലം. ഞാൻ ഇവിടെ തിരിഞ്ഞു നോക്കുമ്പോൾ നിന്നെ കാണുന്നില്ല, എന്നാൽ പോകുമ്പോൾ പറയണ്ടേ. അങ്ങോട്ട് തേണ്ട കേസ് അവിടെ വേറെ സ്ഥലമുണ്ട് കേട്ടോ. അങ്ങോട്ട് നമുക്ക് പോയിട്ടൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവിടെ വൈബാണ് കേട്ടോ, അവിടത്തേക്കാളും വൈബുണ്ടെന്ന് തോന്നുന്നു കേസ്. ഇവിടെ നോക്കിയാൽ ഇവിടെ നോക്കുമ്പോൾ ആ ബീച്ചും കാണാം, ഫുള്ള് സെറ്റാണ് ഇവിടെ നിന്ന്. പിന്നെ ക്രൂസറെ അവിടെ നിന്ന് താഴോട്ടൊന്നും വീടില്ലേ, നല്ല വെള്ളമുണ്ട്. നിങ്ങളെ വെള്ളം കാണിച്ചു തരാം കേസ്, കണ്ടല്ലേ. പിന്നെ ഇപ്പുറത്തോട്ട് നോക്കുവാണെങ്കിൽ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവം തേണ്ട ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ആ ബേഡ്സിന് ഫീഡ് ചെയ്യാനില്ലെന്നാണല്ലേ. ഇവിടെ നമുക്ക് തന്നെ തിന്നാനില്ല, അപ്പോഴാ ബേഡ്സിന് ഫീഡ് ചെയ്യും. നല്ലതാടാ, നിങ്ങൾക്ക് തിന്നാനില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ പോരായിരുന്നു, നമുക്ക് അതിൽ ഹോട്ടലിൽ കയറായിരുന്നല്ലോ. എന്നാ നമുക്ക് ഇവിടെ പോവാം, തിരിച്ചു പോകുമ്പോൾ മന്തി കഴിക്കാന്നാ. അതിനെന്താടാ നീ മന്തി എന്താണെന്ന് വെച്ചാൽ വാങ്ങി കഴിക്കും, പറഞ്ഞാൽ പോരായിരുന്നു നീ. അപ്പം ഞാൻ പിന്നെ പോകുമ്പോൾ അണ്ണനോട് പറയാനാ വിചാരിച്ചേ. എന്നാൽ നമുക്ക് ഇപ്പം തന്നെ പോവാം. എന്നാൽ ഇവിടെ നിന്ന് ഇറങ്ങാം, ഇവിടെ നല്ല വെയിലും ഇല്ല, അത് നേരം ഇവിടെ നിൽക്കണ്ട കേസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് അതിൻ്റെ പാകമാണ് കേസ്. അപ്പോൾ അടുത്തുള്ള വീഡിയോ ആയിട്ട് കാണാം. ഇനിയിപ്പോൾ പോകുന്ന വഴി കേസ് ഇവന് മന്തിയെല്ലാം മേടിച്ച് കൊടുക്കണം. അതൊക്കെയാണ് ഇനി ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ അടുത്തുള്ള വീഡിയോ ആയിട്ട് കാണാം കേസ്. അതിരിക്കും ബൈ.